നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി. 1886 കരാറിന്റെ സാധുത പരിശോധിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുതയുണ്ടോ എന്ന. ഇടുക്കിയിലെ 89% പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് റിപ്പോർട്ട് നിലനിൽക്കെ അധികൃതർക്ക് നിസ്സംഗത. വലിയ പ്രകൃതിക്ഷോഭമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളുടെ അപര്യാപ്തത ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും റിപ്പോർട്ട്. ജില്ലയിലെ 66 വില്ലേജുകളിൽ 57 ഉരുൾപൊട്ടൽ മേഖലയിൽ. മണ്ണിടിഞ്ഞ അപകട ഭീഷണിയിലായ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു. കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട 3 തിരിച്ച അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാതെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ കോട്ടപ്പുറത്ത് ചാക്കോ. കൈക്കൂലി നൽകാത്തതിനാലാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി. 1886 കരാറിന്റെ സാധുത പരിശോധിക്കും. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുതയുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. കരാറിന് സാധുതയുണ്ടെന്ന് 2014 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോ എന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക, AG മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ആദ്യം പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി നിർണായക പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. കരാർ പരിശോധനയടക്കം ഹർജിയിൽ പരിഗണനാ വിഷയങ്ങൾ നിർണയിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കി. കേസിൽ സെപ്റ്റംബർ 30 കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും. മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇടുക്കിയിലെ 89% പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് റിപ്പോർട്ട് നിലനിൽക്കെ അധികൃതർക്ക് നിസ്സംഗത. വലിയ പ്രകൃതിക്ഷോഭമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളുടെ അപര്യാപ്തത ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും റിപ്പോർട്ടിലുണ്ട്. ജില്ലയിലെ 66 വില്ലേജുകളിൽ 57 ഉരുൾപൊട്ടൽ മേഖലയിലാണ്. ജില്ലയിലെ 47 വില്ലേജുകൾ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയവയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ജനസാന്ദ്രത കൂടുതലുണ്ട്. ഭൂമിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന തരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക, നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്താതിരിക്കുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ഭൂമി കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും തടയുക തുടങ്ങിയ മാർഗങ്ങൾ അവലംബിച്ച ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്നും സെസ് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമഘട്ട മേഖലയുടെ സ്വാഭാവിക പ്രകൃതി തന്നെ ഉരുൾപൊട്ടൽ പ്രവണതയുള്ളതാണ്. എന്നിരിക്കെയാണ് അശാസ്ത്രീയ നിർമ്മാണങ്ങളും പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന നടപടികളും. 30 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള വലിയ മലനിരകൾ, 150 മീറ്ററിലധികം കയറ്റവും ഇറക്കവുമുള്ള സ്ഥലങ്ങൾ പോലും അടുത്തടുത്തുള്ളത്, ദൃഢത കുറഞ്ഞ കനം കൂടുതലുള്ള ദ്രവിച്ച പാറയും മേൽമണ്ണും നിറഞ്ഞ ഭൗമോപരിതലം, മണ്ണിന്റെ കിനിഞ്ഞിറങ്ങൽ ശേഷിയിലെ കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ തന്നെ ഇടുക്കി ഉരുൾപൊട്ടൽ സാധ്യത ഏറിയ പ്രദേശമാണെന്നാണ് സെസ് കണ്ടെത്തൽ. ഇടുക്കിയിൽ തുടർച്ചയായി ഉണ്ടായ ചെറുഭൂചലനങ്ങൾ പാറകളുടെ വിടവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും ഭൂപ്രകൃതിക്ക് യോജിക്കാത്ത കെട്ടിട നിർമ്മാണവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നതായും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകാൻ മലയോര ജില്ലകളിൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല. ഉപഗ്രഹം വഴി തത്സമയം മഴയുടെ തോതും ശക്തിയും അളക്കാനുള്ള ആസൂത്രണ വകുപ്പിന്റെയും ISROയുടെയും കൊച്ചി സർവകലാശാലയുടെയും സംയുക്ത പദ്ധതി 2005 ആരംഭിച്ചെങ്കിലും അധികം ആയുസ്സുണ്ടായില്ല. പ്രകൃതിക്ഷോഭ ഭീതിയിൽ കഴിയുന്ന ഇടുക്കിയിൽ ദുരന്ത നിവാരണ സേനയുടെ സ്ഥിരം യൂണിറ്റ് വേണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദുരന്തമുണ്ടായാൽ കൊച്ചിയിൽ നിന്നോ ആർക്കോണത്തു നിന്നോ സേന എത്തുമ്പോഴേക്കും എല്ലാം കഴിയും. അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്താറ്. സുനാമിക്ക് ശേഷം ദുരന്ത നിവാരണത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക വകുപ്പ് രൂപവൽക്കരിച്ചിട്ടും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും എതിരെ ജനങ്ങളെ ജാഗരൂകരാക്കാൻ കഴിയുന്നില്ല.
മണ്ണിടിഞ്ഞ അപകട ഭീഷണിയിലായ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു. കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട 3 തിരിച്ച് അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന് പിന്നിൽ മണ്ണിടിഞ്ഞു വീണത്. മണ്ണിനൊപ്പം ഭീമൻ പാറക്കല്ലും സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു. ഇതോടെ കെട്ടിടത്തിന്റെ ജനലുകൾ തകരുകയും വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. കൂടാതെ മണ്ണ് ഇത്തരത്തിൽ വീണുകിടക്കുന്നത് അപകടാവസ്ഥയ്ക്ക് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മേഖലയിൽ സന്ദർശനം നടത്തിയത്. ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു. കൂടാതെ കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട 3 തിരിച്ച് അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ നമ്മുടെ ട്രൈബൽ സ്കൂളിന്റെ ബാക്ക് വശം മണ്ണിടിഞ്ഞ് സ്കൂളിന്റെ ഭിത്തിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. 2 സ്ഥലത്താണ് കൂടുതലായിട്ടുള്ളത്. അത് സ്കൂൾ കെട്ടിടത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് നനവ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള അസൗകര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ വന്ന മണ്ണും കല്ലും എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം ആവശ്യം. അത് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അവരക്കാര്യം ചെയ്യാൻ ബില്ലിങ്ങാണ്. അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് സ്കൂളിലൊക്കെ സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ ബാക്കിലൂടെ അല്പം കടന്നു പോകാൻ കഴിയത്തക്ക നിലയിൽ ആ മണ്ണ് എടുത്തു മാറ്റി അത് ഒരു ബെഞ്ച് കട്ടിങ് നടത്തി അത് കെട്ടി സംരക്ഷിക്കണം എന്നുള്ളതാണ് ഒരു ആവശ്യം. അതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ജില്ലാ കളക്ടറോട് ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ആ കെട്ടിടം സംരക്ഷിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഭീമൻ പാറക്കല്ല് സ്കൂൾ കെട്ടിടത്തിൽ തങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ വീണ്ടും ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാതെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി. നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ കോട്ടപ്പുറത്ത് ചാക്കോയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കൈക്കൂലി നൽകാത്തതിനാലാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതെന്നാണ് കർഷകന്റെ ആരോപണം. ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ വീടും ചെറുകിട കടമുറികളും നിർമ്മിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 1997 ചാക്കോ പാമ്പാടുംപാറയിൽ 98 സെന്റ് സ്ഥലം വാങ്ങിയത്. അടുത്ത വർഷം വീടും 3 ഷട്ടർ മുറികളും നിർമ്മിച്ചു. 2001 20 വർഷത്തേക്ക് റവന്യൂ വകുപ്പ് കുത്തകപ്പാട്ടം പുതുക്കി നൽകി. 2021 കാലാവധി അവസാനിച്ചതോടെ വീണ്ടും പുതുക്കാൻ കാർഡമം സെറ്റിൽമെന്റ് ഓഫീസിൽ അപേക്ഷ നൽകി. എന്നാൽ പാട്ടം പുതുക്കുന്നതിന് ജീവനക്കാർ 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇതിനെതിരെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നെന്നും ഇക്കാരണത്താലാണ് പാട്ടം പുതുക്കി നൽകാത്തതെന്നും ചാക്കോ ആരോപിക്കുന്നു. ഞാൻ 66 കുത്തകപ്പാട്ടം പുതുക്കാൻ ചെന്നപ്പം എന്റെ അവിടുത്തെ ജോലിക്കാർ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു. അതുകൊണ്ട് ഞാൻ കൈക്കൂലി കൊടുക്കാതെ കളക്ടർക്ക് പരാതി കൊടുത്തു. ഇതേപോലെ എന്റെ പൈസ ചോദിക്കുന്നു പറഞ്ഞു. ആ കളക്ടർക്ക് പരാതി കൊടുത്തുകൊണ്ട് എന്നെ ഈ സ്ഥലത്തിനകത്തുനിന്ന് ഇറക്കി വിടാനായിട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് തന്നേക്കുക. ഒന്നാമത് എന്റെ ആ ബിൽഡിംഗ് വെച്ച് അതുകൊണ്ട് എന്റെ ഉപജീവന മാർഗം എനിക്ക് വേറെ ഒരു വഴിയില്ല. ഞാനൊരു രോഗിയും കൂടിയാണ്. അന്നേരം ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോനേട്ടാ. എന്റെ പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ആത്മഹത്യ. ഇറക്കി വിടാമെന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് ഇവരുടെ അടുത്ത് പ്രതികരിച്ച് നിൽക്കാൻ പറ്റുമോ? ഉടുമ്പൻചോല താലൂക്കിലെ ഭൂരിഭാഗം ഏലകൃഷിയും കുത്തകപ്പാട്ട ഭൂമിയിലാണ്. പല മേഖലകളിലും വൻകിട കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചപ്പോഴാണ് ഉപജീവനത്തിനായി ചെറുകിട കെട്ടിടം നിർമ്മിച്ച് തന്നെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നതെന്നും ചാക്കോ ആരോപിക്കുന്നു. കട്ടപ്പന കല്ലുകുന്ന് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പുതിയ മോട്ടോർ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിനുള്ള നിർദ്ദേശം ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുണ്ട്. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കല്ലുകുന്ന്. ഇതിന് പ്രധാന കാരണം മോട്ടോർ നിരന്തരം കേടാകുന്നതാണ്. പുതിയ മോട്ടോർ എത്തുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. കല്ലുകുന്ന പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും അവിടെ കുടിവെള്ളം മുടങ്ങുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇത്രയും മഴ പെയ്യുമ്പോഴും കല്ലുകുന്നിൽ കുടിവെള്ളമില്ല എന്നുള്ളത് ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമാണ്. മോട്ടോർ കേടാവുന്നു. ആ മോട്ടോർ പലതവണയായി അത് നന്നാക്കി. അങ്ങനെ മോട്ടോർ കേടായി നിരന്തരം അത് നന്നാക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം അവിടുത്തെ കുടിവെള്ളത്തിന് തടസ്സമായി കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ മോട്ടോർ അവിടെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
അത് ഈ 2-3 ദിവസം കൊണ്ട് തന്നെ പുതിയ മോട്ടോർ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ആവശ്യമായ നിർദ്ദേശം പാർലമെന്ററി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കിയത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തോണിത്തടി ശ്രീ നാരായണ ഗുരുദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തി. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന പിതൃതർപ്പണത്തിൽ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞിയുടെ വിതരണവും നടന്നു. ഇവിടെ അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന തന്നെ ബലിതർപ്പണം ഈ വർഷം തന്നെ ഈ വർഷം നമുക്ക് 2 ദിവസമായിട്ടാണ് ബലിതർപ്പണം നടത്താൻ സാധിക്കുന്നത്. നാളെയായിട്ടാണ്. തോണിത്തടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നടന്ന പിതൃബലിതർപ്പണ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തിയത് ആയിരങ്ങൾ. രാവിലെ 4:30 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമായ കർക്കിടക വാവ് ദിനത്തിലാണ് ഹൈന്ദവ ആചാരപ്രകാരം മൺമറഞ്ഞ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത്. ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്ന് വരുന്ന ദിനമാണ് കർക്കിടക വാവ്. ഈ ദിനത്തിൽ സൂര്യന്റെ ഗമനം അനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണയാനത്തിൽ പിതൃലോകത്തുമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ദിനത്തിൽ ഓരോ ഹൈന്ദവ വിശ്വാസിയും കൃത്യമായി പിതൃതർപ്പണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനിലെ പിതൃകോശങ്ങൾ സംതൃപ്തമാവുകയും അറിവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം. ഈ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വംവക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കർക്കിടക വാവു ബലിതർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. തുടർന്ന് പിതൃബലിതർപ്പണ ചടങ്ങുകളും നടന്നു. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി നർമ്മദേ സിന്ധു സരസ്വതി കാവേരി. തീർത്ഥരാജനായ ശിവനെയും ശിവന്റെ ഇടയിൽ അധിവസിക്കുന്ന ഗംഗയും മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഗംഗാജലം ആവാഹിക്കുന്നു. ഓം ഗംഗാജലം ആവാഹയാമി. ഓം ഗംഗാജലം ആവാഹയാമി. ബലിതർപ്പണമേന്തിയ വിശ്വാസികൾ ഇവ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്തു. പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ പീരുമേട് അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KK രാജു, അനുമോൻ, പ്രതീഷ് കാർത്തികേയൻ, D മാരിയപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കട്ടപ്പന കല്യാണത്തണ്ടിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. മേച്ചേരിയിൽ MS രാജനാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ കല്യാണത്തണ്ട് കയറ്റത്തിൽ വെച്ചാണ് വാഹനം മറിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. കല്യാണത്തണ്ട് സ്വദേശി മേച്ചേരിയിൽ MS രാജനാണ് മരിച്ചത്. ഓട്ടം പോകുന്നതിന്റെ ഭാഗമായി കല്യാണത്തണ്ട് കയറ്റത്ത് വെച്ച നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. പ്രദേശവാസികൾ ചേർന്ന് ഇദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പ്രസന്നകുമാരിയാണ് ഭാര്യ. അഞ്ജു, അരുൺ, കിരൺ എന്നിവർ മക്കളാണ്. 1 വർഷത്തിനിടയിൽ 4ഓളം അപകടങ്ങളാണ് കല്യാണത്തണ്ട് കയറ്റത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചെങ്കുത്തായ കയറ്റവും റോഡിന്റെ വീതിക്കുറവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. 1 മാസം മുമ്പ് ലോഡുമായി എത്തിയ ലോറി ഇവിടെ മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. കട്ടപ്പന പുളിയന്മല ഹിൽ ടോപ്പിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങി. കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ലോഡുമായി വന്ന വാഹനമാണ് കൊടുംവളവിൽ കുടുങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ നിന്നും പൈപ്പുമായി എത്തിയ കണ്ടെയ്നർ ലോറി വളവിൽ കുടുങ്ങിയത്. ഡ്രൈവറുടെ പരിചയക്കുറവാണ് കണ്ടെയ്നർ വഴിയിൽ കുടുങ്ങാൻ പ്രധാന കാരണം. ഇത്രയും വലിയ വണ്ടി ഈ ചെറിയ വണ്ടികൾ വരുമ്പോൾ ബ്ലോക്കാവും. അത് വീതി കൂട്ടുകയില്ല, സൈഡ് എടുക്കുകയില്ല. ഇതൊന്നുമില്ലണ്ട്. ഇത് വർഷങ്ങളായി നമ്മളിവിടെ കണ്ട് അനുഭവിക്കുന്നത്. സ്ഥിരം കോഴി വണ്ടി വന്ന് മറിഞ്ഞ് എത്ര എണ്ണം പോയി. പാല് വണ്ടി മറിഞ്ഞ് എന്തോരം നഷ്ടം വന്നു. പിന്നെ ക്രൈം വന്നിട്ട് 2 ആൾ മരിച്ചു. എന്നിട്ട് സർക്കാരിന് വാഹനത്തിന്റെ പിൻഭാഗം റോഡിൽ ഉരഞ്ഞ നിലയിലായിരുന്നു. ഇതോടെ പുളിയന്മല കട്ടപ്പന പാതയിലൂടെ എത്തിയ വാഹനങ്ങൾ മാലി വഴിയും ആനകുത്തി വഴിയും
തിരിച്ചുവിട്ടു. കട്ടപ്പനയിൽ നിന്നും പോലീസ് എത്തിയാണ് ചെറുവാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടത്. നിരവധി ബസ്സുകളുടെ ട്രിപ്പും മുടങ്ങി. JCB എത്തിച്ച് വാഹനം റോഡിൽ നിന്നും മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും 2.5 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ദിവസങ്ങൾക്ക് മുമ്പും ഇവിടെ ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ ഇതുപോലെ വണ്ടികൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ പുളിയമ്പലയിലൊക്കെ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് ഇതുപോലത്തെ വണ്ടികൾ വരുമ്പം തടഞ്ഞു നിർത്തി ചോദിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അവരെ ഒരു കാരണവശാലും വിടണ്ട. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നിട്ട് പരിചയമുള്ള ഡ്രൈവർമാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ല ഈ കട്ടപ്പനയിലേക്ക് ലോഡ് വരുന്ന ഈ മാതിരി ലോഡ് വന്നിട്ട് ഈ വളവ് വന്നു കഴിഞ്ഞാൽ എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ പെട്ടുപോകും. മേഖലയിൽ ഗതാഗത തടസ്സം പതിവായതോടെ കട്ടപ്പന പുളിയമല റോഡിലെ വളവുകളുടെ വീതി കൂട്ടണമെന്ന ആവശ്യമാണ് യാത്രക്കാരും പ്രദേശവാസികളും ഉന്നയിക്കുന്നത്. അയ്യപ്പൻകോവിൽ നിരപ്പേക്കട മാരിയിൽപ്പടി വരവുകാലപ്പടി നിവാസികളുടെ കോൺക്രീറ്റ് പാലം എന്ന സ്വപ്നം ഇനിയും അകലെ. മഴക്കാലമായാൽ ജീവൻ പണയം വെച്ചാണ് തോടിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക പാലത്തിലൂടെ ഇവർ മറുകര കടക്കുന്നത്. അയ്യപ്പൻകോവിൽ നിരപ്പേക്കടയിൽ 5-ാം വാർഡിൽ മാരിയിൽപ്പടിയിൽ നിന്നും 100 മീറ്ററോളം ഇടവഴി കടന്ന് ചെന്നിനായ്ക്കൻകുടിയിലേക്ക് പോകുന്നത് ഒരു തോട് കടന്നാണ്. എന്നാൽ മഴക്കാലമായാൽ ഈ തോട് കടന്നുള്ള യാത്ര ഏറെ സാഹസം നിറഞ്ഞതാകും. തോടിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന കവുങ്ങ് തടിയിലൂടെയാണ് ഇവിടുത്തുകാർ മറുകര കടക്കുന്നത്. നിരവധി തവണ ഇവിടുത്തെ ജനങ്ങൾ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് 20 കൊല്ലമായതാണ്. അന്ന് തൊട്ട് ഈ പാലം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഞങ്ങളെല്ലാ കൊല്ലവും ഇതുവരെ പടത് ഓരോ കമുക എടുത്തിട്ടാണ് നടക്കുന്നത്. ഈ പ്രായമായപ്പോൾ അവർക്ക് പറ്റിയെന്ന് പറയുന്നത്. ഇതിലെ പണിക്കാരും എല്ലാം ഇതിലെ ഈ വഴിയാണ് പോകുന്നത്. നിരപ്പേക്കലാണ് നമുക്ക് റേഷൻ കാർഡ് കടയുള്ളത്. അവിടെ പോയി സാധനം മേടിക്കാൻ എല്ലാം പോകുന്നത്. ഈ പറഞ്ഞ ഈ കമ്പുകട പൂക്കും പാടാം. പിന്നെ ഇവിടെ ക്യാൻസർ കൂടി ജയിച്ചുണ്ട്. അവിടെ പിന്നെ മുകളിൽ അമ്മച്ചിയുണ്ട്. ഒരു കൊച്ചാണെങ്കിൽ കാല് ഓപ്പറേഷൻ ചെയ്തിട്ട് വാടകയ്ക്ക് നോക്കി അവർ വഴി ഇമ്മ അവിടെ കിടക്കുക. ഇപ്പോൾ അത്യാവശ്യം പാലം വേണം, വഴിയും വേണം. ഇത് അങ്ങോട്ട് കയറുമ്പോൾ വഴിയും വേണം. ഇവരുടെ നടപ്പാതയിൽ സ്വകാര്യ വ്യക്തി നിലവിലുള്ള ഓട നികത്തി മതിൽ കെട്ടിയടച്ചതിനാൽ മഴ പെയ്താൽ നടപ്പാതയിലൂടെ വെള്ളം ഒഴുകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് നടപ്പാത നിർമ്മിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു. ഞാൻ ഒരു 15 മാസക്കാലമായി ഈ റോഡിലൊരു സ്വകാര്യ വ്യക്തി കാനയടച്ച് ഒരു 6 വീടുണ്ട് റോഡിന് മേലിൽ. ആ 6 വീട്ടിലെ വെള്ളം ഈ വഴിയെ കൂടെയാണ് വരുന്നത്. ഈ 15 മാസത്തിന് മുമ്പ് ഞാൻ ചെന്ന് മെമ്പറോട് കരഞ്ഞു പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ അത്ര ദുരന്തമായിട്ട് വെള്ളം ഒഴുകി വരുന്നു. ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ അമ്മമാരുണ്ട്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും നീതി കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തതാ. മെമ്പർ വന്ന് ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് വന്നേക്കാം എന്ന് പറഞ്ഞതല്ലാതെ മെമ്പർ പിന്നെ വന്നില്ല. എന്നോട് ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ കൊണ്ട് ഈ ഫ്രണ്ട് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അതിന് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ 7 അപേക്ഷ വെച്ച് 15 മാസത്തിനകം 2 പ്രാവശ്യം അവർ അന്വേഷണ കമ്മീഷനെ വിട്ടു. ഈ അന്വേഷണ കമ്മീഷൻ വന്ന് അപ്പം തന്നെ അവർ മറുപടി കൊടുത്തത് ഇത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. കാരണം അത്രയും ദുരന്തമാണ് അവിടെ. അവർക്ക് ഈ അമ്മമാരെ കയറ്റിക്കൊണ്ട് പോകാൻ പാട്. പിന്നെ 4 മാസമായ ഒരു കുഞ്ഞ്, ഗർഭിണിയായ പെണ്ണ്, ഇവരെല്ലാം കയറ്റിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മാരിയിൽപ്പടി വരവുകാലപ്പടിയിൽ നടപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി അധികൃതർ ഇനിയെങ്കിലും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. പൂച്ചയെ ചത്ത നിലയിൽ കണ്ടെത്തിയ വണ്ടിപ്പെരിയാർ ടൗണിലെ പഞ്ചായത്ത് വക പൊതുകിണർ ആരോഗ്യ വിഭാഗം ഡീക്ലോറിനേഷൻ നടത്തി. പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിണറിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. കിണറിലെ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്തുവെന്ന കാരണത്താൽ അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം തുറന്ന് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കിണറിലെ ജലം ഉപയോഗശൂന്യമാണെന്ന പ്രചാരണത്താൽ ജനങ്ങൾ ആശങ്കപ്പെട്ടതോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഞങ്ങൾ നേരത്തെ ഈ കിണർ ഒന്ന് ആ പൂച്ച വീണ സമയത്ത് തന്നെ കഴുകി റെഡിയായി വൃത്തിയാക്കിയിട്ടതാണ്. ബ്ലീച്ചിങ് പൗഡറൊക്കെ 2.5 കിലോ വാങ്ങിച്ച് എല്ലാം കൂടെ ഇട്ട് വൃത്തിയാക്കിയതാണ്. പക്ഷേ ഈ വെള്ളം ഞങ്ങൾ ഈ കാനെ കൂടെ വിട്ടു, പക്ഷേ പുറത്തുകൂടെ വിട്ടില്ല. അത് കാരണം കൊണ്ട് ജനങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന ഈ കിണർ വൃത്തിയാക്കില്ല എന്ന രീതിയിൽ ഇവർ ചുമ്മാ ഈ അടുത്ത കടക്കാർ അവരൊക്കെ പരാതിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു ഭയം, ഇത് കഴിഞ്ഞില്ല, ഇതിന് ചായ ഭക്ഷണമായി കഴിക്കാൻ പാടില്ല എന്ന ഒരു ഭയമുണ്ട്. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കിയതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഇന്നലെ കൊണ്ട് ഹെൽത്തുകാരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ കാണിച്ച് അവരും കുറച്ച് പൊടിയൊക്കെ ഇട്ട് കാര്യമൊക്കെ റെഡിയാക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ വീണ്ടും പരാതിയുടെ പുറത്താണ് ഇപ്പോൾ വീണ്ടും കഴുകാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് ആളെ റെഡിയാക്കി വാട്ടർ അതിട്ടിട്ട് ഇപ്പം അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇപ്പോൾ നേരത്തെ വൃത്തിയാക്കിയത് തന്നെയാണ്. പിന്നെ ജനങ്ങളുടെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് വൃത്തിയാക്കുവാണ്. കമ്പിവല ഉപയോഗിച്ച് മൂടിയിരുന്ന കിണറിൽ എങ്ങനെ പൂച്ചയെ ചത്ത നിലയിൽ കണ്ടുവെന്നതിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇവിടെ പൂച്ച 2 ചത്ത് കിടക്കുന്നത് കാണുകയും ഉടൻ തന്നെ അവർ ആ പൂച്ചയെ അതിൽ നിന്ന് നീക്കം ചെയ്യുകയും
ചെറിയ മോട്ടോറുകളുടെ സഹായത്തോടെ മൊത്തം വെള്ളം വെളിയിൽ കളയുകയും ക്ലോറിനേഷൻ ചെയ്യുകയും ചെയ്തതാണ്. എങ്കിലും ആൾക്കാരുടെ ഇടയിൽ ആശങ്കാജനകമായ വാർത്തകൾ പടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയ മോട്ടോറുകളുടെ സഹായത്തോടുകൂടി മൊത്തം വെള്ളം അടിച്ച് വെളിയിൽ കളഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്ലോറിനേഷൻ ചെയ്ത് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. പൂച്ചയുടെ ജഡം കിണറ്റിൽ നിന്നും നീക്കിയ ശേഷം ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് ഇപ്പോൾ മുഴുവൻ ജലവും പമ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ശുചീകരണ പ്രവർത്തനം വീണ്ടും നടത്തിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകും. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് പദ്ധതിക്കായി പണം കണ്ടെത്തുന്നത്. ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണ പരിപാടികൾ ആരംഭിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുചി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഉള്ളു തകർത്ത വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണത്തിനായി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ വിൽപ്പന നടത്തി പണം കണ്ടെത്തിയാണ് ഡിവൈഎഫ്ഐ പദ്ധതി നടപ്പിലാക്കുക. കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ധനസമാഹരണ പരിപാടി CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രളയത്തിലകപ്പെട്ട കുടുംബങ്ങളെയും അവരുടെ ജീവനോപാധികളെയും നഷ്ടപ്പെട്ട ആളുകളെയും അവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വലിയ തോതിൽ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മേഖല, സിനിമാ നടന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ജനപ്രതിനിധികളെല്ലാം തന്നെ ഇതിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനിടയിൽ നമുക്ക് വീണ്ടും ഇടുക്കി പോലെ കസ്തൂരി രംഗം റിപ്പോർട്ടുമായി കേന്ദ്രം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആശങ്കയിലായിരിക്കുന്ന ജനങ്ങളെ ആശങ്ക അകറ്റുന്നതിനും അവരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ 25 വീടുകൾ വെച്ച് നൽകുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ, നേതാക്കളും പ്രവർത്തകരുമാകെ എല്ലാ മേഖലയിലും ഭവനങ്ങൾ സന്ദർശിച്ച് അവിടെ നിന്നും ആവശ്യ സാധനങ്ങൾ സമാധാനിച്ചാണ് പണം കണ്ടെത്തുന്നത്. 3-ാം തീയതി ആരംഭിച്ച പ്രവർത്തനം 9-ാം തീയതി കൊണ്ട് പൂർത്തീകരിച്ച പാഴ്വസ്തുക്കൾ വിറ്റുകിട്ടിയ തുക ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, പ്രസിഡന്റ് ജോബി എബ്രഹാം, മേഖലാ സെക്രട്ടറി ബിബിൻ ബാബു, പ്രസിഡന്റ് സെബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകും. കണ്ണീരായി മാറിയ വയനാടിനെ കരകയറ്റാൻ കേരളം ഒന്നാകെ ഒരുമിച്ചു നിൽക്കുമ്പോൾ കുരുന്നുകളും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുകയാണ്. രാജകുമാരി NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ലും 2ലും പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ വാങ്ങാൻ ചേർത്ത് വെച്ച കുടുക്കയിലെ തുക വയനാടിന്റെ ദുരിതാശ്വാസത്തിനായി നൽകിയത്. ദുരന്തബാധിതരെ കരകയറ്റുവാൻ കേരളം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് കുരുന്നുകൾ പോലും. കുടുക്കയ്ക്കുള്ളിൽ ചേർത്തുവെച്ച ചില്ലറ തുട്ടുകൾ പോലും അവർ വയനാടിന് വേണ്ടി കരുതുകയാണ്. അതിന്റെ ഒരു കാഴ്ച മാത്രമാണ് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ 2 വിദ്യാർത്ഥികളുടേത്. കേരളത്തിൽ നടന്ന വൻ ദുരന്തം, വയനാട് ദുരന്തത്തിലേക്ക് ഒരു കൈത്താങ് ഈ കുട്ടികൾ കളക്ട് ചെയ്ത ഈ പൈസകൾ അവർ കുടുക്കയിലിട്ട് നിറച്ച ഈ കാശ് ഇതുവഴി കൊടുക്കാൻ വളരെയധികം ഒരു സാവകാശമാണ്. ഇത്തരം ക്യാമ്പുകൾ ദമ്പതികളുടെ ആന്തരിക എല്ലാവർക്കും മാതൃകയാണ്. ശാന്തൻപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ മക്കളാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽബിനും 2ൽ പഠിക്കുന്ന അലീനയും. കഴിഞ്ഞ 1 വർഷമായി സൈക്കിൾ വാങ്ങാൻ ഇരുവരും കുടുക്കയിൽ പണം സൂക്ഷിക്കുന്നുണ്ട്. ദുരന്തബാധിതർക്കൊപ്പം നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടതോടെയാണ് ഇരുവരും സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച വയനാടിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. സ്കൂളിലെത്തിയ കുട്ടികൾ കുടുക്കയോടെ തുക പ്രധാന അധ്യാപകനെയും മാനേജരെയും ഏൽപ്പിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന സംഭാവന കുടുക്ക ആ വയനാട് ദുരന്തത്തിലേക്ക് കൊടുക്കാൻ തയ്യാറായ ഈ കുട്ടികളുടെ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. കുടുക്കയിലെ തുക വയനാടിന് നൽകണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളും അവർക്കൊപ്പം നിന്നു. ഈ മാതൃകയും മനസ്സുമാണ് ഓരോ കാലഘട്ടത്തിലും കേരളത്തെ തളരാതെ താങ്ങി നിർത്തിയത്. ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുകയാണ് കട്ടപ്പന സ്വദേശി രഞ്ജിത്ത്. വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഒരു ദിവസത്തെ വരുമാനമാണ് വയനാടിന് കൈത്താങ്ങായി രഞ്ജിത്ത് നൽകുന്നത്.
കേരളത്തെ പിടിച്ചുലച്ച വയനാട് ദുരന്തഭൂമിക്ക് നാടെങ്ങും ഒറ്റക്കെട്ടായി സഹായവുമായി രംഗത്ത് വരികയാണ്. ഇത്തരത്തിൽ കട്ടപ്പന വള്ളക്കടവ് സ്വദേശി തന്റെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാട്ടിലേക്ക് നൽകാൻ സന്നദ്ധനായിരിക്കുകയാണ്. വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയാണ് രഞ്ജിത്തിന്റെ സ്ഥാപനം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദുരിതഭൂമിയിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതിയിലേക്കാണ് രഞ്ജിത്ത് ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത്. അത് വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി എല്ലാവരും ഒരുപാട് ജനങ്ങൾ നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയും എല്ലാം പൈസ കൊടുക്കുന്നുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കറിയാവുന്നൊരു തൊഴിലുണ്ട്, അത് വെച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നത് നല്ല പ്രതികരണമായിരുന്നു. കാരണം ഇന്ന് ഒരു ഹെയർ കട്ട് ചെയ്യാൻ ഒരാൾ അവരുടെ നോർമൽ റേറ്റിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്നും എത്ര എമൗണ്ടുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് നിലവിൽ ഡിവൈഎഫ്ഐ വള്ളക്കടവ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ദുരന്തഭൂമിക്കായി തന്നാലാകുന്ന സഹായം ചെയ്തു നൽകണമെന്ന ലക്ഷ്യമാണ് രഞ്ജിത്തിനെ പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട്ടിലേക്ക് നൽകുമെന്ന ബോർഡും സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. ഇതോടെ സ്ഥാപനത്തിൽ എത്തുന്നവരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും രഞ്ജിത്ത് പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നാടിന് അഭിമാനമായി 4 കുരുന്നുകൾ. വണ്ടൻമേട് പഴയ കൊച്ചിറ സ്വദേശികളായ 4 കുരുന്നുകളാണ് തങ്ങളുടെ കുടുക്കകളിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദ്യം വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിച്ചത്. വയനാട് ദുരന്തത്തിന് ശേഷം ടിവിയിൽ വാർത്തകൾ കാണുന്നതിനിടെയാണ് കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചത്. ഈരൂരിക്കൽ ഷിനോയി, നിധി ദമ്പതികളുടെ മക്കളായ 4 കുട്ടികളാണ് നാടിന് മാതൃകയായിരിക്കുന്നത്. പഴയ കൊച്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ടകളായ എസ്തർ, ക്രിസ്റ്റഫർ, പുളിയന്മല കാർമൽ സ്കൂളിൽ പഠിക്കുന്ന വെറോനിക്ക, എസ്ര എന്നിവരാണ് നാളുകളായി തങ്ങൾ കുടുക്കകളിൽ സൂക്ഷിച്ചു വച്ചിരുന്ന സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. മണ്ണിടിഞ്ഞ് വീണതല്ല, കുറെ പേര് മരിച്ചുപോയി, അതുകൊണ്ട് കുടുക്കയിലെ പൈസ എല്ലാം പൊട്ടിച്ചു കൊടുത്തേ. വെള്ളപ്പൊക്കം ഉണ്ടായി, മണ്ണിടിഞ്ഞ് വീണു, വീടെല്ലാം നശിച്ചു പോയി. കുറച്ച് പേരും മരിച്ചും പോയി. അതുകൊണ്ടാണ് കുടുക്ക പൊട്ടിച്ച് പൈസ കൊടുക്കുന്നത്. ചേറ്റുകുഴിയിൽ ഈരൂരിക്കൽ ഹോട്ടൽ നടത്തിവരുന്ന ഷിനോയിയും ഭാര്യ നിധിയും മുത്തശ്ശി കുട്ടിയമ്മയും പൂർണ്ണ പിന്തുണയോടെ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. വയനാട്ടിലോട്ട് ഈ ദുരിതങ്ങളും ഇതുമെല്ലാം കണ്ട് മക്കൾ വാർത്തയൊക്കെ വെക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരോട് ചോദിച്ചു, അവർക്ക് സഹായിക്കാനായിട്ട്. അവർക്ക് വീടൊന്നുമില്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പിന്നെ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുടുക്കുണ്ട്, കുടുക്ക് പൊട്ടിച്ചാൽ അതിൻ്റെ അകത്ത് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരൊരു 5 മാസമായിട്ടുള്ളൂ കുടുക്ക സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 4 പേർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 പേരുടെയും പേരെഴുതി 4 പേർക്ക് സെപ്പറേറ്റാണ് കൊടുക്ക മേടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കടയാണ്. അപ്പം വൈകിട്ട് വരുമ്പം 20-50 അങ്ങനെ വെച്ച് അവർ തന്നെ എടുക്കും, അവർ തന്നെ കൊണ്ടിടും. അപ്പോൾ അങ്ങനെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സൂക്ഷിച്ച പൈസയാണ്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ അവർ ആദ്യം ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വാർത്ത കണ്ടു, നമ്മളെ കൊണ്ട് എന്നാ ഒന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ കൊടുക്ക പൊട്ടിച്ച് അമ്മയെ നമുക്ക് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയ കുട്ടികളെ അനുമോദിക്കാൻ അധ്യാപകയും എത്തിയിരുന്നു. നന്മയുള്ളൊരു തലമുറ ഇന്നത്തെ കാലത്തും ഉണ്ടെന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ച് തന്നേക്കുന്നത്. കാരണം അവരെ ആശിച്ച് കൂട്ടി വെച്ചൊരു സമ്പാദ്യമാണ്. അതവർ ഈ വയനാട്ടിലെ പ്രശ്നം കണ്ടിട്ടും അവരുടെ ദുരിതം കണ്ടിട്ടും അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്നൊരു മനസ്സാ കുഞ്ഞുങ്ങൾക്കുണ്ടായെങ്കിൽ ഇനിയും നശിച്ചു പോയിട്ടില്ലാത്തൊരു തലമുറ നമ്മുടെ കൂടെ ഉണ്ട്, നന്മയുള്ളൊരു തലമുറ നമുക്കുണ്ട് എന്ന്
ഈ കുഞ്ഞുങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞുകുട്ടികളുടെ സമ്പാദ്യ കുടുക്ക മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാവുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 124, വിൽപ്പനയ്ക്ക് വന്നത് 28,142, വിൽപ്പന നടന്നത് 27,530. കൂടിയ വില 2,700, ശരാശരി വില 2,264. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 70, റബ്ബർ 203. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,470 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി. 1886 കരാറിന്റെ സാധുത പരിശോധിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുതയുണ്ടോ എന്ന. ഇടുക്കിയിലെ 89% പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് റിപ്പോർട്ട് നിലനിൽക്കെ അധികൃതർക്ക് നിസ്സംഗത. വലിയ പ്രകൃതിക്ഷോഭമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളുടെ അപര്യാപ്തത ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും റിപ്പോർട്ട്. ജില്ലയിലെ 66 വില്ലേജുകളിൽ 57 ഉരുൾപൊട്ടൽ മേഖലയിൽ. മണ്ണിടിഞ്ഞ അപകട ഭീഷണിയിലായ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു. കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട 3 തിരിച്ച അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാതെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ കോട്ടപ്പുറത്ത് ചാക്കോ. കൈക്കൂലി നൽകാത്തതിനാലാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതെന്നും ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.